ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഗവേഷക മേഖലയിലെ പ്രതിബന്ധങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിന് സമ്മാനിച്ചു. കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി കർഷക ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കുടുംബശ്രീ ഓണം വിപണന മേളകൾക്കും സംസ്ഥാനത്ത് തുടക്കം. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് സമർപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വയനാട് ദുരന്തത്തിൽ ആധാരവും രജിസ്ട്രേഷൻ രേഖകളും നഷ്ടപ്പെട്ടവർക്ക് അവ സൌജന്യമായി ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ഗവേഷക മേഖലയിലെ പ്രതിബന്ധങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനുസന്ധാൻ ദേശീയ ഗവേഷക ഫൌണ്ടേഷന്റെ ആദ്യ ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രശ്നപരിഹാരങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കണമെന്നും സ്ഥാപനങ്ങളെ ഇത് സാധ്യമാക്കുന്ന വിധത്തിൽ മികവുറ്റതാക്കണമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ഗവേഷണ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്ന വിധത്തിൽ ഡാഷ്ബോർഡ് സജ്ജീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ശാസ്ത്ര ഗവേഷണ മേഖലയിലെ വിദഗ്ധർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് കേരളം ഏറ്റുവാങ്ങി. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് പുരസ്കാരം സ്വീകരിച്ചത്. സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി കേരള പോലീസ് സ്വീകരിച്ച നടപടികൾ കണക്കിലെടുത്താണ് പുരസ്കാരം. സാധ്യമായ ഇടങ്ങളിലെല്ലാം കൃഷി ചെയ്യാൻ മലയാളികൾ തയ്യാറാകണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് സംസ്ഥാന കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 2000 കർഷക ചന്തകളാണ് നാളെ മുതൽ ഈ മാസം 14 വരെ പ്രവർത്തിക്കുക. കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കർഷക ചന്തകളിലൂടെ കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള സപ്ലൈകോ ഓണം ഫെയറുകളും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങളും വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭിക്കും. ഇത്തവണത്തെ ഓണം വിപണന മേളയിലൂടെ 30 കോടിയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. കുടുംബശ്രീയുടെ സംസ്ഥാനതല ഓണം വിപണന മേളയുടെ ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വയനാടിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുംബശ്രീ 20 കോടി 7 ലക്ഷത്തിലധികം രൂപ സംഭാവന ചെയ്തതായും ഏറ്റവും കൂടുതൽ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത പ്രസ്ഥാനം കുടുംബശ്രീയാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം കേരളത്തിലാകെ 1094 വിപണന മേളകളാണ് സംഘടിപ്പിച്ചത്. അതിലൂടെ കുടുംബശ്രീക്ക് റെക്കോർഡ് വിറ്റുവരവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അത് 23.22 കോടി രൂപയാണ്. സർവകാല റെക്കോർഡായി വരുന്നത്. ആ റെക്കോർഡ് തകർക്കാനാണ് ഇത്തവണ കുടുംബശ്രീ ലക്ഷ്യം വെക്കുന്നത്. 30 കോടിയുടെ വിറ്റുവരവ് ഈ വർഷം ഓണം വിപണന മേളകളിലൂടെ ഉണ്ടാക്കണം എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്താകെ 2154 ഓണം മേളകളാണ് കുടുംബശ്രീ ആരംഭിച്ചത്. ഓരോ അയൽക്കൂട്ടത്തിൽ നിന്നും കുറഞ്ഞത് ഒരു ഉൽപ്പന്നമെങ്കിലും വിപണന മേളകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത ചിപ്സ്, ശർക്കര വരട്ടി എന്നിവയും മേളകളിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് പരമ്പരാഗത മേഖലയിലെ 9 ലക്ഷത്തോളം തൊഴിലാളികൾക്കായി 45 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലേക്കായാണ് തുക ലഭ്യമാക്കിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഉത്സവ ഭത്തയായി 2750 രൂപയും അനുവദിച്ചു. ദിവസവേതനാടിസ്ഥാനത്തിലുള്ള ജീവനക്കാർക്ക് 1250 രൂപ ഉത്സവ ഭത്ത ലഭിക്കും. വയനാട്ടിലെ സിക്കിൾ സെൽ രോഗികൾക്ക് പ്രത്യേക ഓണക്കിറ്റ് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ നൽകി വരുന്ന ന്യൂട്രീഷൻ കിറ്റ് കൂടാതെയാണ് ഓണക്കിറ്റ് നൽകുന്നത്. KSRTCക്ക് സംസ്ഥാന സർക്കാർ 74.20 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ
വായ്പകളുടെ തിരിച്ചടവിനായാണ് തുക ലഭ്യമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ KSRTCക്ക് വകയിരുത്തിയ 900 കോടി രൂപയിൽ 864 കോടി രൂപയും ഇതിനോടകം തന്നെ ലഭ്യമാക്കിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ ഉദ്യാനത്തിൽ നിർവഹിക്കും. കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അടുത്ത ദിവസം തന്നെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് സമർപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ബില്ലിലെ വ്യവസ്ഥകൾ വഖഫ് സ്ഥാപനങ്ങളെയും അവയുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് സംബന്ധിച്ച അഭിപ്രായം ക്രോഡീകരിക്കാൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശില്പശാലയിൽ ഉയർന്ന അഭിപ്രായങ്ങൾ സർക്കാർ പ്രതിനിധികൾ, വഖഫ് ബോർഡ് ചെയർമാൻ, അംഗങ്ങൾ, മതസംഘടനാ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് സമിതിക്ക് മുൻപാകെ സമർപ്പിക്കും. ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിൽ ആധാരവും മറ്റ് രജിസ്ട്രേഷൻ രേഖകളും നഷ്ടപ്പെട്ടവർക്ക് അവ സൌജന്യമായി ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. ദുരന്തബാധിതർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയോ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രമോ ഇതിനായി ഹാജരാക്കണം. അടുത്ത വർഷം മാർച്ച് 31 വരെ ആനുകൂല്യം ലഭിക്കും. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരാതെ നൽകുന്നതിന് നടപടി കൈക്കൊണ്ടതായി മന്ത്രി OR കേളു. പട്ടികജാതി വികസന വകുപ്പിന്റെ കൊല്ലം ജില്ലാതല അവലോകന യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലെ ലെപ്സം ഗ്രാന്റ് കുടിശ്ശിക തുക 90% നൽകിയതായും ഈ സാമ്പത്തിക വർഷത്തേത് ഓണത്തിന് ശേഷം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇടവിട്ടുള്ള മഴയുടെ സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കെതിരെയും എലിപ്പനിക്കെതിരെയും സംസ്ഥാനത്ത് ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി. ചില രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആലപ്പുഴ കലവൂരിൽ സ്ത്രീയുടെ മൃതദേഹം കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തി. എറണാകുളം കടവന്ത്ര സ്വദേശിനിയായ വയോധിക സുഭദ്രയുടെ മൃതദേഹമാണ് ഇതെന്ന് പോലീസ് പ്രാഥമിക നിഗമനം നടത്തി. 73-കാരിയായ സുഭദ്രയെ കഴിഞ്ഞ 4-നാണ് കാണാതായത്. സുഭദ്രയുടെ പരിചയക്കാരിയും ഭർത്താവും താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷമാണ് കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. ആലപ്പുഴ രാമങ്കരിയിൽ അഭിഭാഷകനെ പോലീസുകാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ അഭിഭാഷക അസോസിയേഷനുകളുടെ കോടതി ബഹിഷ്കരണം അവസാനിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ ആലപ്പുഴ SP ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. 20 ബാർ അസോസിയേഷനുകളിലെ അഭിഭാഷകർ പ്രതിഷേധ സൂചകമായി ഇന്ന് കോടതി ബഹിഷ്കരിച്ചു. KSFDCയുടെ നേതൃത്വത്തിൽ തമ്പാനൂർ കൈരളി ശ്രീ നില തിയേറ്റർ കോംപ്ലക്സിൽ ഒരുക്കിയ സഖി ഡോർമെട്രിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നാളെ നിർവഹിക്കും. മന്ത്രി വീണ ജോർജ് ഡോർമെട്രിയുടെ ആദ്യ ഓൺലൈൻ ബുക്കിംഗ് നടത്തും. എയർ കണ്ടീഷൻഡായ ഡോർമെട്രിയിൽ 12 ബെഡുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ ചെക്കൌട്ട് വ്യവസ്ഥയിൽ 500 രൂപയും GSTയുമാണ് താമസ നിരക്ക്. സംസ്ഥാനത്തെ ഗ്യാസ് ഏജൻസികളിൽ പാചകവാതക സിലിണ്ടർ വിതരണം ചെയ്യുന്ന തൊഴിലാളികളുടെ ബോണസ് തർക്കം അഡീഷണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലൂടെ പരിഹരിച്ചു. ബോണസ് എക്സ്ഗ്രേഷ്യയായി തൊഴിലാളികൾക്ക് 16,000 രൂപ നൽകാൻ തീരുമാനമായി. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ബോണസ് തർക്കം ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീർപ്പായി. മൊത്തം വേതനത്തിന്റെ 8.33% ബോണസായി നൽകാനാണ് തീരുമാനം. തിരുവനന്തപുരം അട്ടക്കുളങ്ങര തിരുവല്ലം റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ രാവിലെ 6 മണി മുതൽ രാത്രി 10 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ഗതാഗതത്തിനായി അട്ടക്കുളങ്ങര, പടിഞ്ഞാറേക്കോട്ട, ഈഞ്ചക്കൽ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കണമെന്ന് പൊതുമരാമത്ത് വിഭാഗം അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവേഷണ മേഖലയിലെ പ്രതിബന്ധങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിന് സമ്മാനിച്ചു. കൃഷി വകുപ്പിന്റെ ഓണസമൃദ്ധി കർഷക ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കുടുംബശ്രീ ഓണം വിപണന മേളകൾക്കും സംസ്ഥാനത്ത് തുടക്കം. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് സമർപ്പിക്കുമെന്ന് മന്ത്രി വി. അബ്ദുറഹ്മാൻ.
വയനാട് ദുരന്തത്തിൽ ആധാരവും രജിസ്ട്രേഷൻ രേഖകളും നഷ്ടപ്പെട്ടവർക്ക് അവ സൌജന്യമായി ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.